പ്ലൂട്ടോ ആദിത്യ ചന്ദ്രശേഖരന്റെ സംവിധാനത്തിലെ വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ഫിലിമാണ്. അങ്ങേയറ്റം പ്രതീക്ഷയോടെ ഞാൻ തിയേറ്ററിൽ പോയത്. ഇതിനേക്കാൾ നന്നാവുക നമ്മൾ പണ്ട് ഈ കുടുക്കിയെന്നും കലമൊക്കെ തുറക്കുമ്പോൾ ഒരു ഭൂതം വരുന്നു, കുറേ പുക വരുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു തോന്നി. ഒരു ഏലിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സ്റ്റോറി മലയാളത്തിൽ എത്തുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആ സ്റ്റോറിയോട് നീതി പുലർത്തണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിനയത്തിൻ്റെ രീതി പറയുമ്പം നീരജ് മാധവ് ആയിക്കോട്ടെ, അൽത്താഫ് ആയിക്കോട്ടെ, ആക്ട്രസ് ആയിക്കോട്ടെ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്നത് അജു വർഗീസാണ്. അജു വർഗീസിന് കൊടുത്ത ക്യാരക്ടർ, അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ലോ ബഡ്ജറ്റ് ഫിലിം ആണെന്ന് ഫിലിം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ അത്രത്തോളം ഒരു ക്വാളിറ്റി നമുക്ക് ഫിലിം കാണുമ്പോൾ അത്രത്തോളം ഒരു എന്താ പറയുക ഒരു ഒരിത് തോന്നില്ല. നമുക്ക് ചില ലോ ബഡ്ജറ്റ് ഫിലിം അതുപോലെ തന്നെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. അത്തരത്തിലൊരു ഫീലിംഗ് എനിക്ക് ഉടനീളം ഫിലിമിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മ്യൂസിക്സ് ഉണ്ട്, മ്യൂസിക്കൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്, കണ്ടിരിക്കുക എന്നുള്ളതിലുപരി ഒന്നുമില്ല. പിന്നെ അൽത്താഫിൻ്റെ കോമഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് 100% അത്ര ഒരു ഓക്കെ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇതൊരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു ഏലിയൻ എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോമഡി ഫൺ എലമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ ക്ലൈമാക്സ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വർക്കൗട്ടായിട്ടുണ്ട്. ഈ ക്ലൈമാക്സ് ചെയ്ത കാര്യങ്ങളെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടിരുന്നില്ല. മലയാളത്തിലെ നല്ലൊരു ഫിലിമിൽ ഇടം പിടിക്കാൻ പറ്റുന്നത് ഒരു വലിയൊരു ക്യാൻവാസിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത സ്റ്റോറിയോടുകൂടി ചെയ്യായിരുന്നെങ്കിൽ നല്ലൊരു ഫിലിമായേനെ. ആക്ടിങ് ലെവലിൽ ആരെയും കുറ്റം പറയാനില്ല, പക്ഷേ 100% എനിക്ക് ഫിലിം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൊടുത്ത 150 രൂപക്ക് പോലും വെറുത്തല്ലാത്തൊരു ഫിലിമായിട്ടാണ് എനിക്ക് 100% തോന്നിയിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് വാച്ചബിളാണ് ഫിലിം. അങ്ങനെ തീർന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റുന്നില്ല. പ്രോമാക്സ് അപരാധമൊന്നും ഞാൻ പറയില്ല. കണ്ടിരിക്കാൻ പറ്റുന്ന, അതായത് തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ജസ്റ്റ് തിയേറ്ററിൽ പോവുക, ഫിലിം കാണുക, ഇറങ്ങി വരിക, അങ്ങനെ ഒരു രീതിയിൽ. അല്ലാണ്ട് തീരെ തിയേറ്ററിൽ അസഹനീയമായ കാര്യങ്ങളൊന്നുമില്ല. തിയേറ്ററിൽ ഉടനീളം ചിരിയൊന്നും പകർത്തുന്നില്ല. എനിക്ക് 1, 2, 3 സ്ഥലങ്ങൾ മാത്രമേ ചിരി തോന്നിയിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ എനിക്ക് പേഴ്സണലി കോമഡി വർക്കൗട്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് മുഴുവനായിട്ടും പറയാം. ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ നല്ലൊരു ഫൺ മൂവ്മെൻ്റ് ഒക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോയതാണ്. പക്ഷേ എനിക്കത് ഇത്രത്തോളം വർക്കായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫിലിം കണ്ടാൽ ഇഷ്ടപ്പെടും. പേഴ്സണലി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ റിവ്യൂ അല്ലെങ്കിൽ മറ്റു റിവ്യൂസിൻ്റെ റിവ്യൂ കണ്ട് നിങ്ങളൊരു ഫിലിം കാണണമെന്ന് അല്ലെങ്കിൽ കാണാതിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ഈ ട്രെയിലറും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിയേറ്ററിൽ പോവുക. എൻ്റെ അഭിപ്രായങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ ചിലപ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ പല റിവ്യൂസിൻ്റെ റിവ്യൂവും കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് അതുപോലെയല്ല ഉണ്ടാവാറ്. പേഴ്സണലി ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പക്ഷേ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.